ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു പള്ളിയിലിരുന്നു കൊണ്ട് കുറച്ചാളുകൾ, അതിലൊരാൾ നേതൃത്വം കൊടുത്തിട്ട് കുറച്ച് കല്ലുകൾ എല്ലാവരുടെ കയ്യിലും കൊടുത്തിട്ട് 100 തവണ തസ്ബീഹും അതേപോലെ തന്നെ തക്ബീറും തഹ്മീദും ഒക്കെ ചൊല്ലാൻ പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ പറയൂ. അപ്പോൾ ഓരോരുത്തരും പറയുന്നു. അങ്ങനെ ഓരോരുത്തരും കൂട്ടം കൂട്ടമായിരുന്ന് ഓരോരുത്തർക്കും ഓരോ നേതാക്കൾ അവരിങ്ങനെ തക്ബീറും തഹ്ലീലും ചൊല്ലിപ്പിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവുമില്ല, കാരണം തസ്ബീഹാണ്, തക്ബീറാണ്, തഹ്ലീലാണ്, തഹ്മീദാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. പക്ഷേ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കോളൂ, നിങ്ങളുടെ നന്മകൾ അല്ലാഹു നിങ്ങൾക്ക് മുടക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ് മാ അസ്റഅ ഹലകതകും ഹൗലായി സഹാബത്തു നബിയ്യിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ വഹാദിഹി സിയാബുഹു ലം തബ്ല വആനിയതുഹു ലം തുക്സർ വല്ലദീ നഫ്സി ഫീ യദി ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ ഔ മുഫ്തതിഹി ബാബി ളലാലത്തിൻ. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സ്വഹാബികളൊക്കെ ധാരാളം ഇന്നിവിടെ ഉണ്ട്. റസൂലുള്ളാഹിന്റെ വസ്ത്രം പോലും നുരുമ്പിച്ചിട്ടില്ല, പാത്രം പോലും തകർന്നു പോയിട്ടില്ല. എന്നിരിക്കെ നിങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനേക്കാൾ മുന്തിയ ആളുകളാവാൻ ഉദ്ദേശിക്കുകയാണോ? അതല്ല വഴികേടിൻ്റെ വാതിലാണോ നിങ്ങൾ തുറക്കുന്നത്? അവരവിടെ യഥാർത്ഥത്തിൽ എന്തേ ചെയ്തിട്ടുള്ളൂ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് 100 തവണ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ കാണിക്കാത്തൊരു പുതിയ രീതി, അഥവാ ഓരോ ഹൽക്കക്കും ഒരു നേതാവ്, അദ്ദേഹം കല്ലുകൾ പെറുക്കിയിട്ട് അവരോട് 100 തവണ എണ്ണാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ 100 തവണ എണ്ണുന്നു. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ എണ്ണാൻ പറയുന്നു. അങ്ങനെ ഒരു രീതി അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചിട്ടില്ല. ചൊല്ലുന്നത് തസ്ബീഹാണ്, നല്ല അർത്ഥമുള്ളതാണ്. 100 തവണ ചൊല്ലുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ ആ ഒരു പുതിയ രീതി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്തതായിട്ട് പോലും ശക്തമായ ഭാഷയിലാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എതിർത്തിട്ടുള്ളതെങ്കിൽ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തക്ബീറും തഹ്ലീലും ഒക്കെ റസൂല് പഠിപ്പിച്ചതാണ് എന്നെങ്കിലും കരുതാം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഒരിക്കൽ പോലും നബി പ്രവർത്തിക്കാത്ത, ഒരു വാക്കുകൊണ്ട് പോലും സൂചന നൽകാത്ത, സ്വഹാബികൾ ചെയ്യാത്ത, താബിയങ്ങളോ തബൗത്താബിയങ്ങളോ ഈ ഉമ്മത്തിലെ അയിമ്മത്തുകളോ ആരും ചെയ്യാത്തൊരു പുത്തനാചാരം, ഒരു സൂചനയും ഖുർആനിലും ഹദീസിലും ഇല്ലാത്തത് മാത്രമല്ല, ബഹുദൈവാരാധകരായ ആളുകളുടെയും യഹൂദ ക്രൈസ്തവരുടെയും പാരമ്പര്യമുള്ള ഒരു കാര്യം മുസ്ലിമീങ്ങൾക്ക് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലെ നിഷ്പക്ഷമായ നിലപാട് എന്നത് ഇസ്ലാമുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന് യാതൊരു ബന്ധവുമില്ല. അത് വഴികേടും ലലാലത്തും നരകത്തിലേക്കുള്ള വഴിയുമാകുന്നു. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.